ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും നവ്യയും കൂടെയൊക്കെ നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുവാണ് കേട്ടോ. എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് കനക്ക പറയുന്നുണ്ട്, നന്ദൂട്ടാ ഇനിയിപ്പോൾ പ്രശ്നങ്ങൾക്കൊന്നും പോയേക്കരുത്, പോയി കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ പോലെയല്ല SI സെലക്ഷൻ എന്നുള്ളത് പിന്നെ ഒരു സ്വപ്നമായിട്ട് മാറും എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതെനിക്കറിയാമേ, അതുകൊണ്ട് ആ പൊസിഷൻ കിട്ടുന്നോണം വരെ ഞാൻ എന്തായാലും അടങ്ങി ഒതുങ്ങി ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും നയനയും കനകയും കൂടെ പറയുകയാണ്, ഞങ്ങൾ പെട്ടെന്ന് വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നവ്യ നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ SI ആയിട്ട് CA ആവണം, അങ്ങനെ ഉയർന്നു വരണം, എന്നിട്ട് വേണം എനിക്ക് കുറച്ച് പേരോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അതേസമയത്ത് ദേവയാനി ആദർശിനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, നന്ദു ഇവിടെ വന്നിരുന്നു, നടന്ന കാര്യമൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നിൻ്റെ ഭാര്യ അങ്ങോട്ടെങ്ങാനും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, നവ്യനെ വിളിച്ച അവൾ ഓൾറെഡി പോയിരുന്നു അമ്മേ, എന്നോട് പറഞ്ഞായിരുന്നു, ഞാനും അവിടം വരെ ഒന്ന് പോയിട്ടേ വരുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പക്ഷെ ദേവയാനി അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പകരം പറയുന്നുണ്ട്, പോയിട്ട് എല്ലാവരും കൂടെ വൈകിട്ടത്തേക്ക് ഇവിടെ എത്തിയേക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ 1-2 ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവയാനിക്ക് പെട്ടെന്ന് വിഷമമാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, അതൊന്നും വേണ്ട, വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അവളെ കാണാതെ പറ്റത്തില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എനിക്ക് 1-2 ദിവസമൊന്നും കുഴപ്പമില്ലമ്മേ എന്ന് പറയുമ്പോൾ ദേവേനെ പറയും, അത് വേണ്ടെന്നല്ലേ പറഞ്ഞേ, നീ പോയി കഴിഞ്ഞിട്ട് എനിക്ക് അവളെ വിളിക്കാനൊന്നും പുറകെ പോകാൻ പറ്റത്തില്ല, വേണമെങ്കിൽ നബി അവിടെ നിന്നോട്ടെ, അവളുടെ ഭർത്താവിന് എന്തായാലും അവളെ കാണണമെന്നൊന്നുമില്ല, അതുകൊണ്ട് അവൻ എന്തായാലും അത് പറയുകയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് ശരിയെന്ന് അമ്മ പറയുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അത് ഞാൻ അനാമിക ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പോൾ അനാമികയുടെ അടുത്ത് ചെന്നിട്ട് ജലജ പയ്യെ അനാമികനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പറയുന്നുണ്ട്, മോളെ അവളിവിടെ വന്ന് SI സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞത് നമ്മളെയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്താനാണ്, മോളുടെ അച്ഛനോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് അതൊന്ന് തടയാൻ പറ്റുമോ നോക്ക്, അവൾ പോലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം നമുക്കാം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ പറയണം, എന്ത് ചെയ്യാനാ, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡിക്ക് പല വലിയ ബന്ധങ്ങളും ഉണ്ട്, പക്ഷേ എനിക്ക് അനിയുടെ കാര്യം ഓർത്ത വിഷമം, അവൾക്ക് ഇനി അവൾ സമ്മാനം മേടിച്ചുകൊണ്ടാവും പോകുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ജലജ പറയാ, അനിയുടെ കാര്യം മാത്രം ഓർത്ത് വിഷമിച്ചാൽ പോരാ, ഇപ്പം തന്നെ അവളുടെ ചേച്ചി കലക്കി കൊടുത്ത പാല് കുടിച്ചിട്ടാ ദേവയാനിക്ക് പ്രശ്നം വന്നതെന്നാണല്ലോ പറയുന്നത്, അതൊന്നും അല്ലാന്ന് തെളിയിക്കാനും വേറുള്ളവർ തലയിലിടാനും ഒക്കെ അവൾ പോലീസായി ശ്രമിക്കുന്നു പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയായി ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ജലജ അനാമികനെ നോക്കിയിട്ട് മനസ്സിൽ പറയുവാണ്, നീ അത് ചെയ്തതെന്നൊക്കെ എനിക്ക് അറിയാടി എന്ന് പറഞ്ഞിട്ട് പറയാം, നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ അതല്ലല്ലോ, അവളത് വേണമെങ്കിൽ നമ്മുടെ തലയിലിടും, അതാ അവസ്ഥ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് ഒരു കേക്ക് കട്ട് ചെയ്യാൻ നേരത്തേക്ക് അവിടെ ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഭാവിയിൽ SIക്ക് എൻ്റെ വക ഒരു സമ്മാനം എന്ന് പറയുവാണ്. കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അത് നയന നന്ദുവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുവാണ്. അവരൊരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുവാണ് കേട്ടോ. ആ സമയത്ത് കനക പറയുന്നുണ്ട്, എൻ്റെ രണ്ടാമത്തെ മരുമകനോട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആ ഫോട്ടോ നവ്യ നേരെ ജലജയ്ക്ക് അയച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആ ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് ജലജ നേരെ ദേവയാനിയുടെ അടുത്ത് വരുവാണ്. എന്നിട്ട് പറയുകയാണ്, ഏടത്തി ഒന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ എന്ന് പറഞ്ഞ് ഫോട്ടോ മേടിച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് ജലജയോട് പറയുകയാണ്, എനിക്കവരിതൊന്നും അയക്കുകയല്ലോ, എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്നറിയാമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഏടത്തി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്, ആദർശ് ഏടത്തി ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇത്ര ഉറക്കം കളന്ന് നടന്നിട്ടില്ല, ആ നയനാന്ന് പറഞ്ഞോളൂ പോയപ്പോഴായിരുന്നു കൂടുതൽ അവൻ്റെ ഉറക്കം പോയത് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി പറയാണ്, എന്ത് ചെയ്യാനാ, മക്കളൊക്കെ വളർന്നു പോയില്ലേ, നമുക്കൊരു പരിധിക്കപ്പുറം ആരെയും പിടിച്ചു വെക്കാൻ പറ്റത്തില്ലോ. അപ്പോഴേക്കും ജലജ വീണ്ടും പറയാം, ഇനി അവൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവളും കുഞ്ഞൊന്നും പറഞ്ഞായിരിക്കും ആദർശ് ജീവിക്കാൻ പോണേ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേനെ പറയാം, അതിനിപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ജലജ, കാര്യം ഞാനും ആദർശം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ജയേട്ടന് ഞാൻ ആദർശം ഓർത്താണ് ജീവിച്ചത്, എൻ്റെ വീട്ടിലോട്ട് പോലും പോയിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് ചൊറിഞ്ഞു വരുവാണ്. എന്നിട്ട് ജലജയുടെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ദേവേനെ വരാം, എനിക്കിപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്ത സമാധാനം, അതുകൊണ്ട് അവളും അവനോട് എവിടെയെങ്കിലും പോയാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മോൻ തിരിച്ചു വരണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയും കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ദേഷ്യവും വാശിയും കൊണ്ട് നേരെ നമ്മുടെ ജലജ അവിടെ നിന്ന് പോവാണ്. കഴിയുമ്പോൾ നയനയും നവ്യൊക്കെ വരുമ്പോഴത്തേക്കും ദേവയാനി പോയി ഡോറ് തുറക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശനോട് പറയുന്നുണ്ട്, വലിയ പരിപാടിയാണെന്നൊക്കെ കേട്ടായിരുന്നല്ലോ, എനിക്കിവളെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇന്ന് തന്നെ പോരണമെന്ന് പറഞ്ഞേ, എൻ്റെ മോനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ മോനാണെങ്കിലോ ഇവളെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവളെ ഓഫീസിലോട്ടും വിട്ടത്, അതാകുമ്പോൾ എനിക്ക് ഇവളെ കാണുന്നത് ഒഴിവാക്കാം, എൻ്റെ മോനൊട്ട് സന്തോഷമാവുകയും ചെയ്യും എന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ നയനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അമ്മ എന്താ ഇങ്ങനെ, എന്നെ കാണാതിരിക്കാനും പാടില്ല കാണാനും പാടില്ല,
എന്താ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിൽക്കാമെന്ന് ഓർത്തായിരുന്നു. പിന്നെ 1.5 മാസം കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലോട്ട് തന്നെയല്ലേ പോകേണ്ടതെന്ന് ഓർത്തിട്ടാണ് അമ്മ പറഞ്ഞുകൊണ്ടിങ്ങ് പോകുന്നത്. പിന്നെ എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായിമ്മയ്ക്ക് ഞാനവിടെ നിൽക്കുന്നതിന് ഇഷ്ടം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് മരുമക്കൾ നല്ല രീതിക്ക് കയറി വന്നിരുന്നെങ്കിൽ ഒരമ്മായിമ്മയും വെറുക്കുകയില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദർശിന് വിഷമാവുകയാണ്. നയന സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്? അനാമികേനെ വെച്ചാൽ പറയുന്നെങ്കിൽ നയന ഇതിന് 100 ഇരട്ടി കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്ന് ലാഭം ഉണ്ടാക്കി തന്ന് തന്നെ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, നിൻ്റെ ഭാര്യ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ കാര്യങ്ങളായിരിക്കും എന്ന് വെച്ചുകൊണ്ട് 24 മണിക്കൂറും അത് പാടി പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇവളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ഇങ്ങനെ അടി കിട്ടിയ പോലെ നിൽക്കുവാണ്. നയനൊന്നും മിണ്ടാതെ ചെറുതായിട്ട് ചമ്മി തലതാത്തി നിൽക്കുക കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ചെറുതായിട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. ആദർശനൊന്നും മിണ്ടാൻ പറ്റാതെ ആദർശം ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്